പ്രിയ സുഹൃത്തുക്കളെ, കേരളം ഏറ്റവും വിഷമിച്ച, അല്ലെങ്കിൽ കേരളത്തെ ഏറ്റവും വിഷമിപ്പിച്ച, കരയിപ്പിച്ച ഒരു പ്രൊജക്റ്റായിരുന്നു സിൽവർ ലൈൻ കേരയിൽ പ്രൊജക്റ്റ്. അത് ഗവൺമെൻറ് എടുത്ത് പള്ളേ ചവിട്ടുകൊട്ടയിലേക്ക് ഇട്ടു. അപ്പോൾ അത് പറഞ്ഞിരുന്നു, പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. ഇന്ന് രണ്ടാമത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ആ തീരുമാനമെടുത്തു എന്നുള്ളത് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അങ്ങനെ കേരള സർക്കാർ, പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷം ചെയ്തു വെച്ച എല്ലാ വൃത്തികേടുകളും VD സർക്കാർ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. നല്ലതിലേക്ക് മാറ്റാനുള്ളത് നല്ലതിലേക്ക് മാറ്റുന്നു, അവസാനിപ്പിക്കാനുള്ളത് അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തു. ഇന്ന് ഈ PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി കൂട്ടിയിട്ടുണ്ട്. മറ്റേത് കാലാവധി PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ലിസ്റ്റിൽ നിന്ന് എടുക്കാതെ അപ്പുറത്തുനിന്ന് അപ്പൻ്റെ അമ്മാവൻ്റെ മക്കളെ എടുത്ത് കയറ്റുന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൂടി പരിശോധിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ജനങ്ങളുടെ സർക്കാരായിട്ട് BD സർക്കാർ മാറട്ടെ, UDF സർക്കാർ മാറട്ടെ, കോൺഗ്രസ് സർക്കാർ മാറട്ടെ. അതിനുള്ള പിന്തുണ നമുക്ക് കൊടുക്കാം. ഇവർക്ക് പ്രവർത്തിക്കാനും ഇവർക്ക് നല്ലത് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പിന്തുണ. തെറ്റിനെ അവർ തിരുത്തുമ്പോൾ അതിനും പിന്തുണ കൊടുക്കുക. അതാണ് യഥാർത്ഥമായ ഒരു കേരളീയൻ ചെയ്യേണ്ട കാര്യം. എത്രയോ കാലഘട്ടം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇനി എന്താണ്, അടുക്കളകളിൽ, ബെഡ്റൂമുകളിൽ ഈ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം അവർ ഓരോരുത്തരും വിഷമിച്ചിട്ടുണ്ടാവുക. കേരളം അങ്ങ് തൊട്ട് ഇങ്ങ് വരെ, കേരളത്തിൻ്റെ വടക്കേറ്റം തൊട്ട് തെക്കേ അറ്റം വരെ ആലോചിച്ച് നോക്കിയേ, 529 കിലോമീറ്റർ വരുന്ന പ്രൊജക്റ്റാണ്. കേരളത്തിനെ ഒരു മരണക്കെണിയിലായിരുന്നു അത് പെടുത്തുക. കാരണം വെള്ളക്കെട്ടിൻ്റെ ഗുരുതരമായ, അല്ലെങ്കിൽ ഒരു പുതിയ നദി അല്ലെങ്കിൽ പുതിയ കായൽ സൃഷ്ടിക്കപ്പെട്ടേനെ ആ പ്രൊജക്റ്റ് വന്നായിരുന്നെങ്കിൽ. അത്രയും വൃത്തികെട്ട പ്ലാനിങ്ങോടുകൂടി കേവലം പണം അടിച്ചു മാറ്റണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം കേരളത്തിൻ്റെ സ്വൈര്യമായി ജീവിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്തൊരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമായിരിക്കുകയാണ്. അങ്ങനെ എല്ലാത്തിനും പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് VD. താങ്ക് യു.